പാലായെ സംബന്ധിച്ച് ബജറ്റ് നിരാശാജനകമാണെന്ന് മാണി സി കാപ്പൻ MLA പറഞ്ഞു. ഏതാനും പദ്ധതികൾ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതാകട്ടെ ആകെ 15 കോടി മാത്രവും. ബാക്കിയെല്ലാം ടോക്കൺ തുക മാത്രമേ വകയിരുത്തിയിട്ടുള്ളൂ. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യമാക്കിയുള്ളതുമാണെന്ന് MLA കുറ്റപ്പെടുത്തി. മുൻകാലങ്ങളിലും ടോക്കൺ തുക വകയിരുത്തി ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാത്തതായി ഉണ്ടെന്ന് മാണി സി കാപ്പൻ MLA ചൂണ്ടിക്കാണിച്ചു. താൻ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം അക്കാലത്തെ ബജറ്റിൽ ഒട്ടേറെ പദ്ധതികൾക്ക് ആവശ്യമായ തുക അനുവദിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും MLA വ്യക്തമാക്കി. ചെറിയാഞ്ച കാപ്പൻ സ്മാരക നഗരസഭാ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് നവീകരണത്തിനായി നിയമസഭയിൽ അടക്കം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും പലതവണ കണ്ട് ആവശ്യം ഉന്നയിച്ചിരുന്നതായും MLA ചൂണ്ടിക്കാട്ടി. 3 നില വെച്ച് അഗണിയാന്തടം പാലത്തിന് 4 കോടിയും മുത്തോലി ഇടയാറ്റ് ഗണപതി ക്ഷേത്ര റോഡിൽ പാലത്തിന് 1 കോടിയും അനുവദിച്ചിട്ടുണ്ട്. അരണാപുരത്ത് ചെക്ക്ഡാം നിർമ്മിക്കാൻ 3 കോടി വകയിരുത്തിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. റബ്ബർ കർഷകരെ പൂർണ്ണമായും വഞ്ചിച്ച ബജറ്റാണ്. 250 രൂപ കുറഞ്ഞത് കർഷകർക്ക് ലഭ്യമാക്കേണ്ടതാണ്. പകരം 10 രൂപ അനുവദിച്ച കർഷകരെ അവഹേളിക്കുകയാണ് ചെയ്തതെന്നും മാണി സി കാപ്പൻ MLA കുറ്റപ്പെടുത്തി.